ഒക്കെ ക്ലിയർ ആണ് സാർ. ഒരു ഈച്ച പോലും റോഡിലില്ല. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ ആതിര ബാർ വരെ ക്ലീൻ. ഓവർ. ഹലോ, സിസേറിയനോ? ഓ, നീണ്ട 14 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാ. ഡോക്ടർ ഒന്ന് ശ്രദ്ധിച്ചോളേ. കടിഞ്ഞൂലായതുകൊണ്ട് വൈഫിനൊരു ടെൻഷൻ കാണും. കത്തിമുള്ളൊക്കെ ഒന്ന് നന്നായിട്ട് ബാർസോപ്പിട്ട് കഴിയേക്കണേ, എന്നിട്ട് കേറിക്കോ. അല്ല, ഗവൺമെന്റ് ആശുപത്രി ആയതുകൊണ്ട് പറഞ്ഞതാ. പ്രധാനമന്ത്രി വന്നു പോയാൽ ഉടനെ ഞാൻ അവിടെ എത്തും. ഓവർ. സോറി, ഓവർ. അറ്റൻഷൻ ടു ഓൾ. ആതിര ബാറിന് സമീപം കുറെ മദ്യപാനികൾ കൂടി നിൽക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ക്ലിയർ ചെയ്യണം. സാർ, അത് വേറെ ഒന്നുമില്ല സാർ, സിസേറിയൻ കാണാൻ നിൽക്കുന്നതാ. അല്ല, സോറി, പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരാ. കുറെ നേരമായിട്ട് വെയിൽ കൊള്ളുകയില്ലേ, ആവേശം കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ബാറിന്റെ അടുത്ത് നിൽക്കുന്നത്. ഓവർ. വണ്ടി ശരിയാക്കടോ. ബ്ലഡ് വേണമെന്നാ? എന്റെ ദൈവം, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ പോലീസുകാരൊക്കെ ഡ്യൂട്ടിയില്ല. ഇവിടെയാണെങ്കിൽ ലാത്തി ചാർജും ഇല്ല. അത് ഓ ഗ്രൂപ്പുകാരൻ തന്നെ തല്ലുകൊള്ളാൻ വരണ്ടേ? എന്തു സാർ? ആകെ ടെൻഷനാണ് കൂട്ടായി. ഒരു വശത്ത് നാടിന്റെ പ്രധാനമന്ത്രി, മറുവശത്ത് ഭാര്യയുടെ സിസേറിയൻ. തന്നോട് 100 വട്ടം പറഞ്ഞിട്ടില്ല എന്റെ മുമ്പിൽ വെച്ച് സാമാനം വലിച്ചു കയറ്റരുതെന്ന്. സോറി സാർ. വലിച്ചു കയറ്റുന്ന താനും തുമ്പണം ഞാനുമാണ്. മേലിൽ എന്റെ കൺവെട്ടത്ത് കണ്ടുപോയത്. ഹലോ. ഓ, കട്ടായി. വിളിച്ചായിരുന്നു സാർ? കട്ടായി, ഫോൺ കട്ടായി. കുട്ടായി എന്നല്ല, ഇപ്പോഴേ ഫിറ്റായി. ആരാ വണ്ടി കറുത്തുവിട്ടെ? സാറാമ്മയിലാണ് നിന്റെ അമ്മായിയമ്മ. ഞാൻ CI പൊതുവാളാ സംസാരിക്കുന്നത്. ആ ലോറിയിൽ നിന്ന് മണങ്കാരനെ മൂക്ക് കൊത്തിയതാണ്. നീ വേഗം ബ്ലോക്ക് ചെയ്യ്. വണ്ടിയിലേക്ക് കയറോ. പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് നമ്മുടെ ഓമന നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. കുറ്റിക്കാട്ട് അമ്മയാണ് സത്യം. ഞാൻ അവളോട് പറഞ്ഞവരെ പ്രസവിക്കണ്ടെന്ന്. അതിനേക്കാൾ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാ നീ? ഞാൻ നിരപരാധിയാണ് സാർ. നിരപരാധി എഴുതടാ. അയ്യോ, ഇനിഷ്യൽ എന്താടാ? അതെന്താണ് സാർ? നിനക്ക് തന്തയില്ലേ? അയ്യോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ പേരെന്താടാ? ഉണ്ണികൃഷ്ണൻ. എന്താടാ വണ്ടിയില്? ഇത് ചാണകം. നിന്റെ ചാണകത്തിന് എന്താണ് ലോകത്തില്ലാത്ത മണം? ഇത് ഒരു പ്രത്യേകതരം വാട്ടുകുളമാണ് സാർ. അല്ല, കൂട്ടുവളമാണ് സാർ. ഈ നാട് നാട്ടിച്ച് വേസ്റ്റ് കൊണ്ട് നീ ഏത് കോത്താഴത്തേക്കടാ പോകുന്നത്? കോത്താഴത്തേക്കല്ല, കോട്ടപ്പുറത്തേക്ക്. അവിടെ ആർക്ക് പുഴുങ്ങി തിന്നാൻ? അയ്യേ, ഇത് അങ്ങനെ അങ്ങ് പുഴുങ്ങി തിന്നാൻ പറ്റില്ല സാർ. നമ്മൾ നില ഉഴുതു മറിച്ച് വിത്ത് പാകി അതിങ്ങനെ ഞാറായിട്ട് വരുമ്പോ അത് പിരിച്ചു നട്ട അതിന് ചുറ്റി ഈ വളം ഇങ്ങനെ ഇട്ടുകൊടുത്താൽ നെല്ല് കൊലച്ചു വീഴും. ആ നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കി ആ അരി വേവിച്ച് ഉരുള ഉരുട്ടി ഇങ്ങനെ 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 അവന്റെ ഒരു തൊപ്പി. എന്റെ കൈ ധരിക്കുന്നു. ഈ വണ്ടിയെ പിടിച്ച് തെണ്ടിക്കുന്നു. ലോറി ആരെടുക്കും? സാർ എടുക്കും. അബി ലോറിയുടെ മുതലാളിയാ. വിളിച്ചിറക്കണ മുതലാളി, സാറ് വിളിക്കുന്നു. പോയി തൂക്കിയെടുത്തിട്ട് പാടോ. നമസ്കാരം ഉണ്ടാളിയാ. ഞാൻ അനുസരണമുള്ളവനാണ്. സത്യം. അല്ല, ഞാൻ പാവമാണ് സാർ. പാവമാണെന്ന് താനല്ലേ പറഞ്ഞു മുതലാളിയാണെന്ന്. അണ്ട് ഇവൻ പറഞ്ഞു ഇവൻ പാവമാണെന്ന്. ഇതിപ്പോ ആര് പറഞ്ഞ വിശ്വസിക്കും? തൽക്കാലം നമുക്ക് ഇവൻ പറയുന്നത് വിശ്വസിക്കാം. ഞാൻ സത്യസന്ധന. ആരോട് ചോദിച്ചിട്ടാ വണ്ടി വഴി കൊണ്ടത്? ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല സാർ. അല്ല, ഞാൻ വളവും കൊണ്ട് കോട്ടപ്പുറത്തേക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണം ഇന്നാണെന്ന്. പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി ഷോർട്ട് കട്ട് പിടിച്ചതാ. എടാ, ഇന്ന് റോഡ് കാലിയായി കിടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ പോലീസുകാരുടെ ഹർത്താലാണ്. നിനക്ക് സദ്യ ഉണ്ടാൻ വേണ്ടി. ഹർത്താലല്ലടാ കഴിവേറി. പിന്നെ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് റോഡ് ബ്ലോക്ക് ആക്കിയിരിക്കുന്നു. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. എന്നാ നമുക്ക് വണ്ടി ഇവിടെ തന്നെ ഇട്ടേക്കാം. പ്രധാനമന്ത്രി കണ്ടിട്ട് പോവാ സാർ. കഴിവേറുടെ മോനെ, നീ പ്രധാനമന്ത്രി നാട്ടിച്ചേ പോവുള്ളൂ. സാർ, CI ചാണകം സ്പീക്കിംഗ്. അല്ല, ഇവിടെ ഒരു ചാണക വണ്ടി വഴിമുടക്കി നിൽക്കുകയാണ് സാർ. ചാണകത്തിന്റെ നാറ്റം ഓവറാണ് സാർ. ഓവർ. ഈ ചാണക വണ്ടി അങ്ങോട്ട് കെട്ടിയെടുക്കട്ടെ സാർ. ഓവർ. എന്തായാലും ഒരു ഉപകാരം ചെയ്യണം സാർ. മന്ത്രിയുടെ കാറിന്റെ 2 ഗ്ലാസ് കയറ്റി വെക്കാൻ പറയണം സാർ. അല്ലെങ്കിൽ മൂക്കിലേക്ക് 2 പഞ്ഞി കഷ്ണം കുത്തി കയറ്റി വെക്കാൻ പറയണം സാർ. ഓവർ. സാറ് പറഞ്ഞത് കേട്ടില്ല, എടുത്ത് മാറ്റണം. ഹലോ, സീസറിന്റെ ബ്രാൻഡ് അല്ല. ഏത് സിസേറിയൻ? എന്ത് സിസേറിയൻ? ഫോൺ വെക്കടാ തേണ്ടി. എടാ, പറഞ്ഞത് കേട്ടില്ലേ? കേട്ട് സാർ. എന്ത് സിസേറിയൻ കഴിഞ്ഞെന്ന്? സിസേറിയൻ വണ്ടി എടുത്ത് മാറ്റണം സാർ. വണ്ടി നിന്നാ പിന്നെ തള്ളണം. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, എന്റെ ജോലി പോയിന്നാ തോന്നുന്നത്. ഒന്ന് സഹായിക്കണോ?
വേഗം വേണം, വേഗം വേണം. തള്ളിക്കോ, തള്ളിക്കോ. കൈ കൊണ്ട് തള്ളടാ. കയ്യിലൊരു മുറിവുണ്ട്, അത് സെപ്റ്റിക് ആവണ്ടെന്ന് കരുതി തളിക്കോ. ഡെറ്റോള് മേടിച്ച് കുളിക്കാം. സാധ്യത കോൺവോയ് പോയി. ഭാഗ്യത്തിന് നിക്കറുണ്ട്. എടാ നിനക്കറിയോ, ഇന്ന് കല്യാണ പന്തലിൽ പെണ്ണുങ്ങളുടെ ഇടയിൽ വെച്ച് കല്യാണ പയ്യന്റെ പേര് വിളിച്ചു. എന്ത് ഐശ്വര്യമുള്ള പേര്, ഉൽപ്പലാക്ഷ പുണ്ടരീകാക്ഷ മാർക്കണ്ടേയാന്ന്. എന്റെ അച്ഛൻ ഈ പേരെ കിട്ടിയോളാടെ എനിക്കിടായി. ചുമ്മാതല്ല അയാളെ നാട്ടുകാരെ വളങ്കടി മാധവാന്ന് വിളിക്കുന്നത്. എടാ, ഉൽപ്പലാഷൻ പുണ്ടരീകാശൻ എന്നൊക്കെ പറഞ്ഞ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പേരാ. പിന്നെ മാർക്കണ്ഡേയൻ എന്ന് പറയുന്നത് ഏതോ വലിയ മുനിയുടെ പേരാ. എടാ, എവിടൊക്കെയോ ഭജനം ഇരുന്നിട്ടാ നീ ഉണ്ടായത്. അപ്പൊ നേർന്നു കാണും നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഈ പേര്. ഇങ്ങനെ ഒരു പേരിട്ടതിലും ഭേദം ഞാൻ ജനിക്കാതിരിക്കുന്നായിരുന്നു വൃത്തി. എടാ, നല്ലൊരു അച്ഛനായിരുന്നെങ്കിൽ എന്നെ നല്ല വൃത്തിയിലൂടെ കെട്ടിച്ചയച്ചനെ. എടാ നിനക്കറിയോ, 7ാം ക്ലാസ്സിൽ 6ാമത് തവണ ഞാൻ തോറ്റുന്നപ്പോ എന്റെ കൂടെ ക്ലാസ്സിലെത്തിയവന്റെ 2ാം കല്യാണത്തിന് ഞാൻ പോയത്. എനിക്കിങ്ങനെ വല്ല പറമ്പിൽ നിന്ന് സദ്യ കൊണ്ട് നടക്കാനുള്ള യോഗം പറഞ്ഞിട്ടുള്ളൂ. പത്രത്തില് പരസ്യം കണ്ട് അപേക്ഷിച്ചതാത്രേ അവൻ. അമേരിക്കയിലുള്ള നഴ്സിന് വരണ ആവശ്യമുണ്ട്, ദത്ത് നിൽക്കണം, കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയായിരുന്നു പരസ്യം. എടാ, പോകുന്ന വഴിക്ക് ആ റാവുത്തറുടെ ആക്രിക്കടയിൽ ഒന്ന് കയറണം. പുതിയത് നോക്കി ഒരു 4-5 കിലോ പഴയ പത്രം എനിക്ക് വാങ്ങണം. ഏതെങ്കിലും ഒരു പത്രത്തിൽ ഏതെങ്കിലും ഒരു പരസ്യം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല എന്നറിയണ്ടു. എന്റെ വീട്ടിൽ പിന്നെ പത്രം വരുത്തുന്ന ഏർപ്പാടില്ലല്ലോ. ടി വി ആണെങ്കിൽ എങ്ങനെ ഇരിക്കുന്നെന്ന് പോലും കണ്ടിട്ടില്ല. മതി, വാ, ഷാപ്പ് പൂട്ടാറായി. 190. ചേട്ടന്റെ പേരെന്താ? ശിശുപാലൻ. കണ്ട, കൽക്കരിന്ന് കുഴിച്ചെടുത്ത പോലുണ്ട്. അവന്റെ പേരോ ശിശുപാലൻ. അവന്റെ തന്തയാടാ തന്ത. ഞാൻ കൈ കഴുകിയിട്ട് വണ്ടി എടുക്കാം, നീ കയറ്. എക്സ്ക്യൂസ് മീ, അനിയനിങ് വന്ന്. അനിയന്റെ പേരെന്താ? ആറുമുഖൻ. ഒറ്റ ഇടിയൻ വെച്ച് തരും. എടാ, ഒരു മുഖം തേച്ചുണ്ടോടാ എനക്ക്? അറുമുഖമെന്ന്. പ്രിയപ്പെട്ട അണ്ണിക്കുട്ടിക്ക്, റാണിക്കുട്ടിക്ക്, ഇതാ ഞാൻ BA പോവാത്തത്. വൈവാഹിക പങ്ക്തിയിലെ പരസ്യം കണ്ടു. കുട്ടിക്ക് ഒരു കാലില്ലാത്തത് എനിക്കൊരു പ്രശ്നമേ അല്ല. മറ്റേ കാലുണ്ടല്ലോ. സ്ത്രീധനം എത്ര കൂടിയാലും എനിക്കൊരു പരാതിയുമില്ല. മതി, ഇതിലവള് വീഴും. രാവിലെ തന്നെ കവിത എഴുതി തുടങ്ങിയോ? ഓ, പരിഹാസം മനസ്സിലായി. പുരനിറഞ്ഞു നിൽക്കുന്ന ഒരു മകന്റെ വീർപ്പുമുട്ടലുകൾ മനസ്സിലാക്കാത്ത തള്ള തന്നെ പരിഹസിക്കണം. നീ പൊരനിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ആരുടെ കുറ്റം കൊണ്ടൊന്നും പിന്നെ എന്റെ കുഴപ്പം കണ്ടാ? ജാതകപ്രകാരം 20ാമത്തെ വയസ്സിൽ നിനക്കൊരു മംഗല്യോഗം ഉണ്ടായിരുന്നു. അന്ന് ഏതായാലും നടന്നില്ല. ഇനി 41 കഴിയണം. അതിനു മുമ്പ് നടന്ന അച്ഛനും കേടാ. നടന്നില്ലെങ്കിൽ എനിക്കാ കേട്. തള്ളയായിപ്പോ, ഇല്ലെങ്കിൽ എല്ലാം ഞാൻ ക്ലിയർ ആക്കിയെന്നെ. ഇപ്പൊ നടന്ന നിങ്ങൾക്ക് കിടന്നില്ലല്ലോ. എനിക്കിത് കേട്. എന്നാൽ ഉടനെ ഒരു കല്യാണം നടത്തി ഞാൻ അയാളെ കേടാക്കി കിടത്തി കാണിച്ചു തരാം. പിന്നെ പറമ്പിൽ പണിക്കാരെത്തി. പേന മാറ്റി വെച്ച് പോയി തൂമ്പ എടുക്ക എന്റെ മോനെ. നിന്റെ ഈ പോട്ടടിയെങ്കിലും ഒന്ന് നന്നാവട്ടെ. അല്ല, അപ്പുറത്തെ തള്ളയുടെ ഹസ്ബൻഡ് മിസ്റ്റർ വളങ്കടി മാധവന്റെ ഒച്ചയൊന്നും കേൾക്കാനില്ലല്ലോ. ആ ഫ്ലാറ്റ് ആയിരുന്നു ഒടുക്കത്തെ ചർച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു. അവരെങ്ങാനും തൂക്കിയെടുത്തോണ്ട് പോയാ? അച്ഛൻ കേക്കണ്ട. തള്ള അവിടെ വന്നിരുന്നു. ആ നാക്കൊന്ന് നീട്ടിക്കേ. നിങ്ങളുടെ വാക്യത്തത്രയും നാക്കേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ഓ, സ്റ്റാമ്പിന്റെ വശം പോയി. നീ ഇല്ലാതെ ഒറ്റയ്ക്ക് അവിടെ ഒരു രസമില്ല. അപ്പൊ അടിച്ച് പുറത്താക്കിയതല്ല. പുറത്താക്കാന്റെ പട്ടിയെന്ന് കൊടുക്കും. നീ ഇറങ്ങി പോടാ മോനെ എന്ന് പറഞ്ഞത് ഞാനിങ്ങ് പുറത്തിറങ്ങി കൊടുത്തടാ. എനിക്ക് വലിയടാ ഒരു അന്തസ്. എടാ, അമേരിക്കക്കാരന് അവിടെ അറമാദിക്കാൻ സ്ഥലം പോരാഞ്ഞിട്ട് അവൻ എന്നോട് പറയാ ഇറങ്ങി പോടാ ഔട്ടോസിലേക്ക്. ഞാനിങ്ങ് ഇറങ്ങി കൊടുത്ത്. പിന്നെ നിന്നെ കുറിച്ച് എന്തൊക്കെ അനാവശ്യമാണോ അവൻ പറഞ്ഞെന്നറിയോ? എനിക്ക് സഹിച്ചില്ല. ഞാൻ പെട്ടി അകത്തോണ്ട് വെച്ചിട്ട് ബാക്കി പറയാം. പോലീസാരി സ്റ്റോപ്പ്. നീ പേടിക്കണ്ട, ഞാൻ അകത്ത് പോ. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. പേര് ചോദിച്ചില്ല, അതവിടെ ഇരിക്കട്ടെ. നിന്റെ പേരെന്താടാ? ഉൽപ്പൽ. എന്തേ? തുപ്പല? തുപ്പലല്ല സാർ, ഉൽപ്പൽ. ഉൽപ്പലാഷൻ. നിന്നോട് ചോദിച്ചാ? ഇല്ലേ. പുനവും പേരും പറടാ. ഉൽപ്പലാക്ഷ പുണ്ടരീകാക്ഷ മാർക്കണ്ടേയൻ. പേര് ചോദിച്ചപ്പോ തെറി പറയുന്നു. തെറിയല്ല സാർ, എന്റെ പേരാണ്. അച്ഛനിട്ടതാ. അച്ഛന്റെ പേരെന്താണാവോ? മാധവൻ. ഓഹോ, രണ്ടുപേരെയും എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ല സാർ. സെൻട്രൽ ജയിലിൽ കിടന്നുണ്ടോ? അതെവിടെയാണ് സാർ? അപ്പൊ നിങ്ങളായിരിക്കില്ല.
ഇവളെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായി ഓർക്കുന്നുണ്ടോ? എന്താ സാർ പ്രശ്നം? പിടിച്ചുപറി കേസിൽ പിടികിട്ട പുള്ളിയാണ്. പല അന്തർ സംസ്ഥാന മോഷണ സംഘത്തിന്റെയും പ്രധാന കണ്ണി. ഭീകര പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ ഏരിയയിൽ കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇവിടുത്തെ ഓരോ വീടും അരിച്ചു പറക്കാനാണ് മോളിൽ നിന്നുള്ള ഉത്തരവ്. തന്റെ മുഖം കണ്ടാൽ അറിയാലോ തനിക്ക് ഇവിടെ അറിയാവുന്ന. എനിക്കറിയില്ല. തന്റെ മുഖം ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ട കള്ള ഓരെവിടെ വെച്ച് കണ്ടത്? മാമനോട് പറ. ട്രാൻസ്ഫർ ഉറപ്പായി. എപ്പ കണ്ട്? ഇപ്പോ ഈ ഫോട്ടോയില്. അപ്പൊ ഇതിനു മുമ്പ് നീ കണ്ടെന്നല്ലേ പറഞ്ഞത്? അയ്യോ, ഫോട്ടോ കാണിച്ചപ്പോ കണ്ടു എന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ നീ ആളെ കണ്ടിട്ടേ ഇല്ല? കണ്ടിട്ടുണ്ട് സാർ. എപ്പോ എപ്പോ പറ. ഈ ഫോട്ടോയില്. ഇയാളെ കഴിവരുടെ മന നീ ആളെ കളിയാക്ക. ഈ ഫോട്ടോയിൽ കാണുന്ന പീസിനെ അറിയുമോ? സോറി, ഇത് സൂക്ഷിച്ചു നോക്കിയേ, ഭയപ്പെടണ്ട. ഇല്ല. എന്തൊരു സാമ്യമാണ് മോള് ഈ ഫോട്ടോ തമ്മിൽ. ഒരു വാണ്ടഡ് ക്രിമിനലിയുടെ ഫോട്ടോ ആണിത്. എന്താ മോളുടെ പേര്? പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ശാലിനി. ശാലിനിയാ? പേരും അത് തന്നെ. എന്തൊരു സാമ്യം ഇത്. ഏതായാലും മോളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. കാരണം അല്ല, ഈ ഹെയർ സ്റ്റൈലെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? പോലീസുകാർ അന്വേഷിച്ചുകൊണ്ട് കിടക്കുക. ഞാൻ പറഞ്ഞില്ലെന്നും വേണ്ട. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇവിടത്തെ കുട്ടിയായിരിക്കും അല്ലേ? കണ്ടാ തോന്നുന്നു. എന്നാ ഞാൻ പൊക്കോട്ടെ സർ. പിന്നെ ഇത് മോളല്ല. ഈ ഫോട്ടോ കണ്ട കുട്ടിയെ കണ്ടോ ഒന്ന് പറഞ്ഞേക്കണേ. താങ്ക് യു സർ. ജീപ്പ് ഇവിടെ പോയി അത് കാണുന്നില്ല. ഏതാ ഈ അവതാരം? ഇത് അമേരിക്കന്ന് വന്ന ഒബാമേ? ജയരാമ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. അനിയന്മാരെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഈ ഫോട്ടോയിൽ കണ്ട സാധനത്തെ എപ്പോ കണ്ടാലും എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. പ്രധാനമന്ത്രി വന്നപ്പോ നിക്കറിട്ട് സ്വീകരിച്ചതിന് പാലക്കാട്ട് നിന്ന് ഇങ്ങോട്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫർ അടിച്ചതാ. ഭാര്യയാണെങ്കിൽ ഒരു ദയവില്ലാതെ ഇരട്ട പ്രസവിക്കുകയും ചെയ്തു. രാത്രിയെങ്കിലും അവളെ ഒരു കൈ സഹായിക്കണമെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പാലക്കാട് വരെ പോണം. ഒരുപക്ഷെ ഇതിനെ കിട്ടിയാ എനിക്ക് തിരിച്ച് അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടും. ഒന്ന് സഹായിക്കണം. അതെ. ഈശ്വര, അവള് കള്ളിയാണെന്ന് സാറിനെ അറിയിക്കാമെന്ന് ഞാനെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു നിന്റെ ഒരു പരാക്രമം? അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പുലിവാല് പിടിക്കണമായിരുന്നു. ഒരു ഐഡിയ, നമുക്ക് ഇപ്പൊ ചെന്ന് ഗണപതി സാറിനോട് പറഞ്ഞാലോ? ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആ പാവ അമേരിക്കക്കാരനെങ്കിലും കള്ളിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അതിന് അയാൾ ഒറിജിനൽ അല്ലല്ലോ. ഒറിജിനൽ അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ആട്ടെ. ആരുടെ ഏർപ്പാട്? ആഹാ, മിടുക്കൻ. അപ്പൊ ഒറിജിനല് ഡ്യൂപ്ലിയുടെ കസ്റ്റഡിയില്. ഇവിടെ അപ്പൊ ഈ വീട്ടിൽ ഒറിജിനൽ ആയിട്ട് ആരുമില്ലേ? ഗണപതി സാർ ഉണ്ടല്ലോ. നന്നായി. അതിരിക്കട്ടെ, ആരായി ഡ്യൂപ്ലിക്കേറ്റ്? വാളയാർ മണിയപ്പൻ. അത് ശരി, വാളയാർ മണിയപ്പനാ. ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല. അവന്റെ അടി കൊണ്ട് ചാവാൻ എനിക്ക് വയ്യ. നീ എവിടെ പോന്ന്? എനിക്ക് വീട്ടിൽ പോണം. അച്ഛനും അമ്മയെ കാണാൻ കൊതിയാവണം. ഒന്നുകളയും സകല തരികിടയും തുടങ്ങി വെച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി രക്ഷപ്പെടാവുന്നോ? ദാ, ഇവിടെ ഉണ്ടായ കുഴപ്പങ്ങളുടെ പാതി ഉത്തരവാദിത്തം നിനക്കാ. പാവം ഗണപതി സാറിനോടൊന്നും തുറന്നു പറയാനും പറ്റുന്നില്ല. ദാ, നമ്മളെ വിശ്വസിച്ച അദ്ദേഹം നമ്മൾ കാരണം പെരുവഴിയിലാകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ വീട്ടിൽ കിടന്ന് മരിക്കാനേ എന്റെ വിധി. എന്നെ നീ ഇഞ്ചപ്പരുവാക്കല്ലട. ഞാൻ എന്ത് തെറ്റടാ നിന്നോട് ചെയ്തത്? ഇട, നിന്റെ അടുത്ത് ഫ്യൂസ് ഊരാനല്ലേ പറഞ്ഞുള്ളൂ. അടിക്കാൻ ഊങ്ങിയ കൈയുടെ ഇടയിലോട്ട് വന്ന് കയറാൻ ഞാൻ പറഞ്ഞോ? അനുഭവിച്ചോ? എന്താ സാറേ, എന്ത് വേണമെന്നാ ചോദിച്ചത്? പൊറോട്ട ഇറച്ചിയും വേണോന്ന്. നമ്മൾ ഇതിലേ കൊടുക്കും. പാവം. അതെ, അസുഖമെല്ലാം മാറിയിട്ട് വാങ്ങി തരൂട്ടാ. 6 മാസം മുമ്പ് 2 പീസിമാരെ വെട്ടിയ കേസില്ലേ? എന്താ കൊണ്ടിയുടെ പേര്? വാളയാർ മണിയപ്പൻ. മണിയപ്പൻ. അവൻ ഇപ്പോഴും പോലീസിന്റെ കണ്ണുവെട്ടിച്ചടക്കാണ്. അന്ന് ആ പീസിമാരെ ഇതേ ഹോസ്പിറ്റലിൽ ഇതേ റൂമിൽ ഇതുപോലെ ഹിലാരി ചന്ദ്രനിൽ പോയ വേഷത്തിൽ. നമസ്കാരം സാർ. ഇതിലേതാ പറയാ? ഇത് തന്നെ
തന്നെയാണ് സാർ, ഇത് തന്നെ. ആ. ഈ ശബ്ദം ഞാൻ ഓർക്കുന്നു. പണ്ട് വാളയാർ മണിയപ്പന്റെ അടിവയറ്റിൽ ഞാൻ മുട്ടുകാലി കയറ്റിയപ്പോൾ. കരയണ്ട, നിങ്ങളെ അല്ല, മണിയപ്പന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതോ വരന്റെ കൂട്ടുകാരനാണ് സാർ. ഇവന്റെ ശബ്ദം എങ്ങനാ? ആ, ഇതിനേക്കാൾ കുറച്ച് മുറിഞ്ഞു പോകും. ആ, എങ്കിൽ കൂട്ടുകാരന്റെ മൊഴി ആദ്യം എടുക്കാം. അയ്യോ സാർ, രണ്ടുപേരും വളരെ അവശ നിലയിലാണ്. ഈ ഒരു അവസ്ഥയിൽ ഒരു മൊഴിയെടുപ്പ് വേണോ? എടാ, ആ? ഡെഡ് ബോഡിയുടെ മൊഴിയെടുക്കുന്നവനാണ് പുതുവാള്. ഏയ് വെറുതെ. നീ പോയി ആ രോഗിയുടെ മലോടുക്കട പോടാ. ഇവളൊരു മലേഷ്യക്കാരൻ. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. എന്താ പേര്? പുൽപ്പരാക്ഷൻ എന്നാണ് സാർ. നിന്നോട് ചോദിച്ചില്ല. ഓ, ആക്രമണം നടക്കുമ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും? 12 മണി. അടിച്ചു ചുരുട്ടി ഈ പരുവാക്കി എടുക്കാൻ എത്ര സമയം എടുത്തു? വെറും 2 മിനിറ്റ്. കേസ് തള്ളി പോകും. എത്ര പേരുണ്ടായിരുന്നു ആക്രമിക്കാൻ? ഒരേ ഒരാൾ. ആട്ടെ, ആളുടെ രൂപം എങ്ങനെ? കുള്ളനാണോ അല്ലെങ്കിൽ എത്ര അടി പൊക്കമുണ്ട്? 6 അടി കാണും. ഒരു 2 ഇഞ്ചും കൂടി ചേർത്തു. ആളെ കണ്ടാൽ തിരിച്ചറിയോ? സെന്റിമെന്റ്സാ, വളരെ അടുപ്പമുള്ള ആളാ. നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. PC ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോ ഇവിടെ കഴിക്കാൻ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിരിപ്പില്ലേ? വെറുതെ അല്ലടാ 2 മിനിറ്റ് കൊണ്ട് നിന്റെ മോന്ത ഇതുപോലെ ആക്കിയത്. പണ്ടൊക്കെ ഞാൻ മൊഴിയെടുക്കാൻ വേണ്ടി പോകുമ്പോ എന്തോരോ ഫ്രൂട്ട്സ് പെറുക്കിക്കൊണ്ട് പോണെന്നറിയോ? വെറുതെ അല്ല, മൊഴിയെടുപ്പ് എന്ന് പറയുമ്പോ ചാടി ഇറങ്ങി പോരും. കൊല്ലി ഞാൻ ഒരു ചെറുനാരങ്ങ പോലുമില്ല. ഏതൊക്കെയാണ് കല്യാണ വണ്ടികൾ? അത് വരന്റെ കൂട്ടുകാരന്റെ വണ്ടിയാണ് സാർ. അവൻ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാണ്? മര്യാദക്ക് സദ്യ കഴിക്കാൻ പോലും അവന്റെ കൈക്ക് സ്വാധീനമില്ല. ഇതാണ് സാർ വരന്റെ വണ്ടി. അപ്പൊ വരാത്ത വണ്ടി ഏത്? വണ്ടി 2 വന്നു സാറേ. വരന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ചെറുക്കന്റെ വണ്ടി. എന്തായാലും ആശുപത്രി കിടക്കുന്ന ആംബുലൻസിൽ പോലീസ് എസ്കോർട്ടോടെ കല്യാണ മണ്ഡപത്തിൽ പോയി കല്യാണം കഴിക്കാൻ യോഗം കിട്ടിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ VIP ആണ് ജയരാമൻ. രാവിലെ വരനെ കയറ്റുന്നതിന് മുമ്പ് 2 വണ്ടി ചെക്ക് ചെയ്യും. അതെന്തിനാ സാർ? വല്ല ബോംബുണ്ടെങ്കിൽ പെറുക്കി എന്താടാ പേടിപ്പിക്കണ? മോനെ, ഇതെന്താ? അല്ല, ഇത് 2 ബോഡിയാണല്ലോ. അപ്പൊ വരന്റെ ബോഡി ഏതാണെന്ന് തിരിച്ചറിയാനുള്ളതോ? പതുക്കെ ജയരാമ മോനെ. ഇങ്ങോട്ട്. ദേ, ചെറുക്കനും കൂട്ടരൊക്കെ എത്തിക്കഴിഞ്ഞു കേട്ടോ. നമസ്തേ ഇരിക്കെ. അപ്പൊ ഞാൻ അകത്ത് പോയി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ആയിക്കോട്ടെ, ചെല്ല. എവിടെയാണ് എന്റെ മകൻ മണിയപ്പൻ? എടാ, ഭാര്യയും മക്കളുള്ള അവനെ ആരാടാ വശീകരിച്ച് 2ാം കല്യാണത്തിന് കൊണ്ടുവന്നിരിക്കുന്നേ? എന്റെ അപ്പ നമ്മൾ ഈ കല്യാണം നടത്തി കൊടുക്കാനല്ലേ ഇവിടെ വന്നത്? എന്റെ പൊന്നപ്പ മണിയപ്പൻ ചേട്ടൻ ഇവിടെ വേറെ പേരിലാണ് കളിക്കുന്നത്. ചുമ്മാ കള്ളി വെളിച്ചത്താക്കല്ലേട്ടാ. അത് മേടിച്ചടാ. 2 അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ മൊത്തം തലതിരുവാ. നിസാര പാർട്ടിക്കാരിലെ പെണ്ണിന്റെ ആൾക്കാര് അമേരിക്കക്കാരാ. പെണ്ണിന്റെ ഒറ്റ നിർബന്ധംകാരോട് പ്ലാസ്റ്റിയുടെ നിലയെ പോലും അവളുടെ ഒപ്പം കല്യാണത്തിന് സമ്മതിച്ചത്. ഇതൊന്നും നടന്നു കിട്ടിയ അപ്പനും മക്കൾക്കും കൂടെ അമേരിക്ക പോയി പൂന്ത് വിളയാനപ്പ. പെണ്ണിന്റെ അപ്പനോട്ടൊരു പണി കൊടുത്താലോ? നശിപ്പിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കല്യാണം മുടക്കരുത്. താലി കെട്ടി രജിസ്റ്ററിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അപ്പ കാണിക്കാൻ നമ്മുടെ തനി സ്വഭാവം. അതെ. ഓ എന്റെ ദൈവമേ, എന്റെ കാലിത്തൊട്ട് അനുഗ്രഹമാകാതെ എങ്ങനെയാണ് അവൻ താലി കെട്ടാൻ വന്നിരിക്കുന്നത്? അപ്പൻ അവനെ ഒന്ന് അനുഗ്രഹിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നേപ്പാ. ഇതില് ഏതായിരിക്കും പെണ്ണ്? എന്തൊരു ഐശ്വര്യ റോയി. കണ്ണു വെക്കല്ലേ അപ്പ. ചേട്ടത്തി പൊക്കോ. പൊക്കോളൂ. വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം. അതെ, കെട്ടിയൊന്ന് വീട്ടിൽ കൊണ്ടുവന്നോട്ടെ. ഞാൻ കളിയാക്കി കൊല്ലും. അങ്ങനല്ലപ്പ, ഇങ്ങനെ എന്നാ അങ്ങോട്ട് നടക്കടാ. എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേലാത്ത എന്റെ കുഞ്ഞിനെ കല്യാണ സദ്യ ഉണ്ടാൻ കൊണ്ടുവന്നിരുന്നു. നമുക്ക് അവനെ ഉടനെ കൊണ്ടുപോകണം. സദ്യ ഉടനെ ഉണ്ടായാ പോരെ? പോരാ, ഉടനെ കൊണ്ടുപോകണം. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു. പക്ഷെ കിലോയ്ക്ക് 10 രൂപ വെച്ച് ഞങ്ങൾക്ക് കൂലി തരണം. കാര്യം കണ്ടിട്ട് ഒരു ഞഞ്ഞാ വർത്താനം പറയരുത്. 1 രൂപ കുറച്ച് തന്നാ പോരെ? ഫിക്സഡ് റേറ്റാ. മൂടി ഞാൻ പോരാ. മുതലാളി ആളെ കാണിച്ചു വന്നാൽ ചുമക്കണ ആരും ഞങ്ങള് വന്ന്